ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാധുരി എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സൽകീർത്തനങ്ങളാകുന്ന സങ്കീർത്തനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് നിറഞ്ഞവരായി അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ബുദ്ധിയെയും യുക്തിയെയും പ്രകാശിതമാക്കുവാൻ ദൈവനാമത്തിൽ നമുക്ക് സങ്കേതപ്പെടാം. വിവിധ കാലങ്ങളിലും സാഹചര്യങ്ങളിലും പശ്ചാത്തലങ്ങളിലും അനേകർ പഠിപ്പിച്ച, പാടിയ, പങ്കുവച്ച സാക്ഷ്യങ്ങളെ ആധുനിക ജീവിതത്തിൻ്റെ വെല്ലുവിളികളിൽ നമുക്ക് പഠനാത്മകമായും ധ്യാനാത്മകമായും സാക്ഷ്യമായും ഉൾക്കൊള്ളാം. 22-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ. വാളിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. വാളിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരമരുളുന്നു. 22-ാം സങ്കീർത്തനം 20-21 വാക്യങ്ങൾ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ 22-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ ആർത്തിയോടെ അലർന്ന് സിംഹം പോലെ അവർ എനിക്കെതിരെ വായ് പിളർക്കുന്നു എന്നും 16-ാം വാക്യത്തിൽ നായ്ക്കൾ എന്നെ വളഞ്ഞു എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളതിനെപ്പറ്റി ധ്യാനിച്ചിട്ടുമുണ്ട്. 12-ാം വാക്യത്തിൽ കാളകൾ എന്നെ വളഞ്ഞു, കരുത്തുള്ള ബാസാൻ കാളകൾ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു എന്നും നമ്മൾ പഠിച്ചു. അതായത് ഉപദ്രവികളുടെ സാന്നിധ്യത്തെ കാളകളുടെ അനുഭവത്തോടും അലർന്ന സിംഹത്തിൻ്റെ സാന്നിധ്യത്തോടും നായ്ക്കൂട്ടങ്ങളുടെ അനുഭവത്തോടുമൊക്കെ ചേർത്ത് സങ്കീർത്തനക്കാരൻ പറഞ്ഞു. ഇവിടെ അതിനോട് ചേർന്ന് 20-21 വാക്യത്തിൽ വീണ്ടും പറയുകയാണ്, വാളിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, 31 വാക്യങ്ങളുള്ള 22-ാം സങ്കീർത്തനത്തിൽ വ്യത്യസ്തമായ മനോഗതിയോടുകൂടി സങ്കീർത്തനക്കാരൻ തൻ്റെ വെളിപ്പാടുകൾ രേഖപ്പെടുത്തുകയാണ്. ഒരേ സമയം പ്രവചനമായും ഒരേ സമയം സാക്ഷ്യമായും സ്വജീവിതത്തിലെ അനുഭവമായുമൊക്കെ ഇവിടെ ചിന്താധാരകൾ പകർന്നിടുകയാണ്. ഹൃദയത്തിലെ കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മനസ്സിന് കിട്ടുന്ന ഒരു വലിയൊരു സ്വാതന്ത്ര്യം സങ്കീർത്തനക്കാരനുണ്ട്. പറയേണ്ടത് ഞാൻ പറഞ്ഞു, ഞാൻ പറയേണ്ട സ്ഥാനത്ത് തന്നെ പറയേണ്ടവനോട് പറഞ്ഞു എന്നുള്ള ഒരു തിരിച്ചറിവുമുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പരാതികളും പരിഭവങ്ങളുമൊക്കെ മനസ്സിൽ വ്യർത്ഥമായി വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ദൈവസന്നിധിയിൽ തുറന്നു പറയുമ്പോൾ, ഹൃദയം തുറന്നു കഴിയുമ്പോൾ അറിയാതെ കിട്ടുന്ന ചില സാക്ഷ്യങ്ങളുണ്ട്. എല്ലാറ്റിനുമൊന്നും മറുപടിയില്ല. മറുപടി ഉള്ള ചോദ്യങ്ങളുണ്ട്, മറുപടി ഇല്ലാത്ത ചോദ്യങ്ങളുണ്ട്. മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് ദൈവം ചില വെളിപ്പെടുത്തലുകൾ നൽകും. പണ്ടുള്ളവർ പറയും, ഒരുവൻ നമ്മെ എതിർക്കുകയാണെങ്കിൽ ആ എതിർപ്പിൻ്റെ എല്ലാ കാര്യത്തെപ്പറ്റിയും നമ്മൾ ന്യായീകരിക്കാൻ പോകണ്ട. നമ്മളെ സ്നേഹിക്കുന്നവർ എതിരാളികളുടെ എതിർപ്പുകൾ കേൾക്കുമ്പോൾ നമ്മളുടെ ന്യായം തിരിച്ചറിഞ്ഞ് നമ്മളെ ന്യായീകരിച്ചുകൊള്ളും, നമ്മളെ ആശ്വസിപ്പിച്ചുകൊള്ളും. നമ്മൾ എതിർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരെതിർത്തുകൊണ്ടിരിക്കുന്ന സംഗതികളെ നമ്മൾ എത്ര ന്യായീകരിക്കാൻ പോയാലും പ്രയോജനമില്ല. കാലാന്തരത്തിൽ അവർ തിരിച്ചറിഞ്ഞുകൊള്ളും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുണ്ട്. കാലാന്തരത്തിൽ തിരിച്ചറിയുന്ന ചില വെളിപ്പെടലുകളുണ്ട്. സ്വയമായി നമ്മളെ ന്യായീകരിക്കുന്ന നമ്മുടെ സ്നേഹിത തലങ്ങളുണ്ട്. ഇത് രണ്ടുമുണ്ട്. സങ്കീർത്തനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 22-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോഴും അതുതന്നെയാണ് കാണുന്നത്. ഒരു വലിയൊരു വെളിപ്പെടുത്തലും വലിയൊരു തിരിച്ചറിവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഉൾക്കാഴ്ചകളായിട്ടുണ്ട്. 20-ാമത്തെ വാക്യം നമ്മൾക്ക് ധ്യാനത്തിന്, വിശകലനത്തിന് വിധേയമാക്കാം.
വാളിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. എൻ്റെ ദൈവമേ, നീ എനിക്ക് ഉത്തരമരുളണമേ, തുണയായവനെ സഹായിക്കാൻ വേഗം വരണമേ എന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രാർത്ഥനയായി പറയുകയാണ്, ദൈവമേ, വാളിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. വാളിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് രാജാവായിരുന്നവൻ പ്രാർത്ഥിക്കുന്നത് അതിശയമല്ല. അനേകം യുദ്ധങ്ങൾ കണ്ടവനാ ദാവീദ്. രാജാവാകുന്നതിന് മുൻപ് ശൗലിൻ്റെ പട്ടാളത്തിൻ്റെ ഭാഗമായി, കൊട്ടാരത്തിൻ്റെ ഭാഗമായി യുദ്ധങ്ങൾ നയിക്കുവാൻ തക്കവണ്ണം, നേതൃത്വം കൊടുക്കുവാൻ തക്കവണ്ണം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദാവീദ് പോയിട്ടുണ്ട്. ശൗലിൻ്റെ കൊട്ടാരത്തിൽ ഗായകനായി പോയ ദാവീദ് വാളെടുക്കേണ്ടി വന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അവൻ കൊട്ടാരത്തിലെത്താൻ തന്നെയുള്ള കാരണം നമ്മൾക്കറിയാം. ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ശൗലിൻ്റെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വന്നു. ദൈവത്തിൽ നിന്നകന്നു, മാനസികമായ പ്രതിസന്ധികൾ വന്നു. അങ്ങനെ അവനെ ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു അനുഭവം ഉണ്ടായി. ആ ദുരാത്മാവ് ബാധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടുവാൻ തക്കവണ്ണം ഉപദേശകർ പറഞ്ഞു, നല്ലൊരു ഗായകനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ പാട്ട് പാടുമ്പോൾ ഈ ദുരാത്മാവ് മാറും, അങ്ങനെ നിനക്ക് ആശ്വാസം കിട്ടും. അങ്ങനെയാണ് നന്നായി പാടുന്ന ഗായകനായ ദാവീദിനെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ ദാവീദ് ശൗലിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് പാട്ടുകൾ പാടിയ സമയത്ത് അവൻ്റെ മനസ്സ് ആനന്ദിച്ചു, ടെൻഷൻ മാറി, ദുരാത്മാവ് അവനെ വിട്ടുമാറി. അപ്പോൾ ദുരാത്മാവ് വിട്ടുമാറിയെന്ന് വെച്ചാൽ മനസ്സിൻ്റെ വ്യർത്ഥതകളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ തക്കവണ്ണം ആ പാട്ടിലൂടെ സാധിച്ചു. അപ്പം വേണുവും കിന്നരവുമായി കൊട്ടാരത്തിലേക്ക് ഗായകനായിട്ട് പോകുകയാണ് ദാവീദ്. യുദ്ധത്തെക്കുറിച്ച് അവന് ചിന്തിക്കാനുള്ള സമയമില്ല. അങ്ങനെയുള്ള ദാവീദ് ഒരു പ്രത്യേക സമയത്ത് ഗോലിയാത്തിനെതിരെ പോരടിക്കേണ്ടി വന്നു. ദാവീദിൻ്റെ ഒരു പ്രത്യേകതയാണ് വേണുവും കിന്നരവും വെച്ച് പാട്ടുപാടിയ, നാവ് കൊണ്ട് മൃദുവായി പാട്ടുകൾ പാടിയ ദാവീദിനെ കൊണ്ട് ഒരു പ്രത്യേക സമയത്ത് ദൈവം കല്ലെടുപ്പിച്ചു, കവണയെടുപ്പിച്ചു. ഗോലിയാത്തെന്ന് പറഞ്ഞ ഒരു മല്ലനെതിരായി യുദ്ധം ചെയ്യിപ്പിച്ചു. അന്ന് വാളെടുക്കാൻ പഠിച്ചിട്ടില്ല, പടച്ചട്ട അണിയാൻ പഠിച്ചിട്ടില്ല. പടച്ചട്ട അറിയാത്ത, വാളെടുക്കാൻ അറിയാത്ത ദാവീദിനെ കൊണ്ട് ദൈവം എടുപ്പിച്ചത് കവണയും കല്ലുമ. അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ മൃഗജാലങ്ങളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ കല്ലുമില്ല, കവണയുമില്ല, വാളുമില്ല, ഒന്നുമില്ല. ആടുമാടുകളെ കടിച്ചു കീറുവാൻ വേണ്ടി ചാടി വന്ന ചെന്നായ്കളെയും കാട്ടുമൃഗങ്ങളെയും കൈകൾ കൊണ്ട് വലിച്ചു കീറി കളഞ്ഞു. അപ്പോൾ ഓർത്തോണം, അത്ര ശക്തിയാണ്. കല്ലും വേണ്ട, കവണയും വേണ്ട, വാളും വേണ്ട. അപ്പം ദാവീദിൻ്റെ ജീവിതത്തിലെ ഓരോ പോക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ആടുമാടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറും കൈകൊണ്ടാണ് വന്യമൃഗങ്ങളെ ചീന്തിക്കളഞ്ഞത്. ഗോലിയാത്തിനോട് പോരടിക്കേണ്ടി വന്നപ്പോൾ കവണയും കല്ലും എടുക്കേണ്ടി വന്നു. പിന്നീട് അതിനുശേഷം അധികാരത്തിലേക്കും ശക്തിയിലേക്കുമൊക്കെ വന്നപ്പോഴത്തേക്ക് വാളെടുക്കേണ്ടി വന്നു. വീണയും കിന്നരവും എടുത്ത കൈകൾ കവണയും വാളും എടുക്കേണ്ടി വരുന്നു. കൊട്ടാരത്തിൽ പാടാൻ വന്നവൻ അധികാരിയാകേണ്ടി വരുന്നു. പാടാൻ വന്നവനെ സമൂഹം പുകഴ്ത്തിയപ്പോൾ ചില യുദ്ധവിജയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു എന്ന് പാടിയ ജനസമൂഹം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ശക്തനായി ശൗൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ജനങ്ങൾ പാടുന്നത്, സ്ത്രീജനങ്ങൾ പാടിയത്. അവരാഘോഷമായി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ജയഘോഷമായി പാടിയത് ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. പ്രത്യേകിച്ച് രാജാധിപത്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ രാജാവിനേക്കാളും ദാസനെ പുകഴ്ത്തി പാടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വലിയ അധികാരികളുള്ളപ്പോൾ, വലിയ നേതാക്കന്മാരുള്ളപ്പോൾ കീഴ്സ്ഥാനികളെ പുകഴ്ത്താൻ പറ്റുന്ന ഒരു കാലമാണോ ഇന്നത്തെ ജനാധിപത്യ കാലം? അത് ഏത് മേഖലയിലും പറ്റത്തില്ല. അത് അസൂയയിലേക്ക് പോകും. ഇത് കേട്ട ശൗല് അസൂയാലുവായി, അന്ധനായി, ദുരാത്മബാധിതനായി വീണ വായിച്ചുകൊണ്ടിരുന്ന, പാട്ട് പാടിക്കൊണ്ടിരുന്ന ദാവീദിനെ കുന്തം കൊണ്ട് കൊല്ലാൻ തക്കോണം ശ്രമിച്ചു. അതിൽ നിന്ന് ദാവീദ് ഒഴിഞ്ഞുപോയി. നമ്മുടെ ഈ ചിന്തയിലേക്ക് കടന്നു വരാം. എൻ്റെ ദൈവമേ, വാളിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമേ.
ഒരു പ്രത്യേക സാഹചര്യത്തിൽ വാൾ എടുക്കേണ്ട വന്നവനാണ് ദാവീദ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ പ്രിയമുള്ളവരെ, പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർത്തോണം, നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ജോലികൾ, പ്രവർത്തന മണ്ഡലങ്ങൾ, പഠിച്ച ജോലിയോ അല്ലെങ്കിൽ ആഗ്രഹിച്ച പ്രവർത്തന മണ്ഡലങ്ങളോ ഒന്നുമല്ല പലരും കടന്നു പോകുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേൾക്കുന്നവർ തന്നെ ചിന്തിച്ചോണം, നിങ്ങൾ കടന്നു പോകുക വഴിത്താരുകൾ ഏതൊക്കെയാണെന്ന്. ഒരിക്കലും ചിലയിടത്ത് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ചില ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ഇന്ന രീതിയിൽ ഇടപെടണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, കോപിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, ശാന്തമായി പോകണമെന്ന് ആഗ്രഹിച്ചത്. ദാവീദ് ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു. പാട്ടുപാടിയൊക്കെ പോകണമെന്നേ ആഗ്രഹിച്ചുള്ളൂ. വേണുവും കിന്നരവും ഉപയോഗിച്ച് താളലയ സ്വരരാഗ ആ ഒരു മേഖലയിൽ പോകണമെന്നേ അവൻ ആഗ്രഹിച്ചുള്ളൂ. താളവും ലയവും സ്വരവും ഒക്കെ ഉൾപ്പെടുത്തി ഒരു മഹാപ്രപഞ്ചം, സംഗീതത്തിൻ്റെ മഹാപ്രപഞ്ചം സൃഷ്ടിക്കണം. മറ്റുള്ളവരിൽ അത് സമാധാനം സൃഷ്ടിക്കണമെന്നേ ചിന്തിച്ചുള്ളൂ. ആഗ്രഹിച്ച മേഖലകളിലൊന്നുമല്ലാതെ ആഗ്രഹിക്കാത്ത മേഖലയിൽ എത്തപ്പെട്ടവർ, ആഗ്രഹിക്കാത്ത ജോലികൾ ചെയ്യുന്നവർ, ആഗ്രഹിക്കാത്ത സ്ഥലങ്ങളിലാക്കപ്പെട്ടവർ ഒക്കെ ഒരു നിമിഷം ചിന്തിക്കണം, എൻ്റെ ദൈവമേ, നിൻ്റെ ചില പദ്ധതികളുണ്ട്, നിൻ്റെ ആഗ്രഹങ്ങളുണ്ട്. ഞാൻ ഇന്നതുപോലെ മാത്രമേ പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചെങ്കിലും എൻ്റെ ദൈവം എന്നെക്കൊണ്ട് മറ്റു ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നുവെങ്കിൽ എനിക്ക് മറുപടിയില്ല. പഴയ നിയമകാലത്ത് വാളെടുക്കുന്നത് അന്നത്തെ രാജധർമ്മത്തിൻ്റെ ഭാഗമാണ്. യുദ്ധം ചെയ്യുന്നത് രാജധർമ്മത്തിൻ്റെ ഭാഗമാണ്. ദൈവം ഏൽപ്പിച്ച ജനത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. യുദ്ധങ്ങളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. വ്യർത്ഥമായ യുദ്ധങ്ങൾ പാടില്ല, നിരപരാധികളെ ഉപദ്രവിക്കരുതെന്നൊക്കെയുള്ള പ്രമാണവുമുണ്ട്. എന്നാൽ അവനവൻ ഏറ്റിരിക്കുന്ന മേഖലയിൽ സംരക്ഷണ കവചമായി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഓരോരുത്തർക്കും കടപ്പാടുമുണ്ടായിരുന്നു. ദാവീദ് യഥാർത്ഥത്തിൽ ഒരു യുദ്ധവീരനായത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ യുദ്ധങ്ങളെ ഏറ്റെടുക്കുകയാണ്. അതേ ദൈവം തന്നെ പിന്നീട് നിയമം ആധുനിക കാലഘട്ടത്തിൽ, പുതിയ നിയമ കാലഘട്ടത്തിൽ പുതിയ രൂപത്തിൽ പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാലെയാണ്, നിൻ്റെ വലത്തേക്കന്നെ തടിക്കുന്നവൻ ഇടത്തേക്കന്നെ കാണിച്ചു കൊടുക്കണം. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, വാളിൽ നിന്ന് എൻ്റെ പ്രാണനെ വീണ്ടെടുക്കണം. ഞാൻ ഒരുപാട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. യുദ്ധം ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചതല്ല, അതല്ലായിരുന്നു എൻ്റെ പ്രൊഫഷൻ, ഞാൻ ഇഷ്ടപ്പെട്ടു പോയതല്ല. ആദ്യം വാളും വേണ്ട, പടച്ചട്ടയും വേണ്ട എന്ന് പറഞ്ഞവനാണ്. പക്ഷെ ഞാൻ വാളെടുക്കേണ്ടി വന്നു. മനസ്സിലൊരു പേടിയുണ്ട് ദാവീദിന്. കാരണം താൻ വാളെടുത്ത് പലരെയും കൊന്നിട്ടുണ്ട്. ദൈവം തന്നെ ദാവീദിനോട് പറഞ്ഞു, നീ ദേവാലയം പണിയണ്ട, പണിയാൻ ആഗ്രഹിച്ചെങ്കിൽ പറഞ്ഞു, നീ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ സംരക്ഷണത്തിനാണെങ്കിലും ഒരുപാട് ജീവൻ കളഞ്ഞവനാ നീ ചെയ്യാൻ പാടില്ല. അപ്പം അപ്രകാരം യുദ്ധമേഖലയിൽ പോയ തനിക്ക് തിരിച്ചും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം. ശത്രുക്കൾ തനിക്ക് ചുറ്റും പാളയം ഇറങ്ങിയിട്ടുണ്ട്, ചുറ്റുവട്ടത്തിൽ മുളിഞ്ഞു നിൽപ്പുണ്ട്. അപ്പം വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഭീതിയുണ്ട്, പശ്ചാത്താപമുണ്ട്, അസ്വസ്ഥതയുണ്ട്. തനിക്കും അങ്ങനെ വരാമെന്നുള്ള ചില മുൻവിധികളുണ്ട്. അവൻ ഒരുപാട് പേരുടെ സ്വരം കേട്ടിട്ടുണ്ട്, അവൻ്റെ ചാരന്മാരിലൂടെ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്, ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ നിറവിൽ നിന്നുകൊണ്ടാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ദാവീദ് ജനത്തോട് പറയുകയാണ്, അയ്യോ, വാളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞാൽ അവൻ ഭീരുവായി മാറ്റപ്പെടും. ഒരു രാജാവ് ഭീരുവാകാൻ പാടില്ല, ഒരു വ്യക്തി നിരാശപ്പെടാൻ പാടില്ല. എന്നാലും അവർ ദൈവത്തോട് പറയാം, ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെ ആയാലും എനിക്ക് ഇന്ന മേഖലയിലേക്ക് വീഴ്ചകൾ വരാം, അതുണ്ടാകല്ലേ. നിങ്ങൾ ഞാനും ഇന്ന് പ്രാർത്ഥിക്കേണ്ട വലിയ പ്രാർത്ഥനയാണ്, വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമേ. ഇന്ന് ഒരുപാട് വാളുകൾ നമുക്കെതിരെ ഉണ്ട്, എതിരാളികൾ ഒത്തിരി പേരുണ്ട്, ശത്രുക്കൾ ഒത്തിരി പേരുണ്ട്, വെട്ടി വീഴ്ത്താൻ തയ്യാറെടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ചുറ്റുവട്ടങ്ങളുടെ വാളുകൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, മനുഷ്യൻ്റെ എതിർപ്പുകൾ, കുടുംബത്തിലെ എതിർപ്പുകൾ, ഇതൊക്കെയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊരു ചിന്താധാരയും അതിലുണ്ട്.
ഞാൻ മൂലം ആരും വെട്ടിവീഴ്ത്തപ്പെടാൻ പാടില്ല. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നതോടൊപ്പം ഞാൻ ഉയർത്തുന്ന വാളിൽ നിന്ന് മറ്റു പലരെയും സംരക്ഷിക്കണം. ഞാൻ ആരുടെ നേരെയും വാളുയർത്താൻ പാടില്ല. പുതിയ നിയമ വ്യാഖ്യാനം അതാ. ഒരുവനെയും ഞാൻ നശിപ്പിക്കാൻ പാടില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് പോലെ എൻ്റെ സഹോദരനും പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമേ. അതായത് മറ്റൊരുവനും ഇതുപോലെ എന്നെപ്പോലെ പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്നെ രക്ഷപ്പെടുത്തണം, എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണം, സഹോദരങ്ങളെ, സമൂഹത്തെ രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ഒരുവൻ്റെ നാശം കാണാൻ നമ്മൾ ആഗ്രഹിക്കരുത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മളെ സുരക്ഷിതരാക്കണമെന്നാണ്. അതുപോലെ മറ്റൊരുവനെ സുരക്ഷിതനാക്കാൻ എനിക്ക് കടപ്പാടുണ്ട്. കാരണം അവനും അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അവനും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്നെ ദൈവമേ നീ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞിട്ട് അവനെ മുടിക്കാൻ എനിക്ക് ശക്തി തരണമേ, ബലം തരണമേ, ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ഒരു മാഫിയായിട്ട് വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല നമ്മുടെ കടമ. എന്നെ വാളിങ്കിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ ഞാൻ കരുതി വച്ചിരിക്കുന്ന ചില വാളുകളൊക്കെ മാറ്റണം. ഞാൻ ഛർദ്ദിച്ചു വെച്ച വാളുകൾ, മൂർച്ചയേറിയ വാളുകൾ മാറ്റിയെങ്കിൽ മാത്രമേ അപരൻ എനിക്കെതിരെ വെച്ചിരിക്കുന്ന വാളുകളെ മാറ്റുവാൻ ദൈവം അനുവാദം കൊടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ വാളുകൾ ഉയർന്നിരിക്കുന്നിടത്തോളം അവൻ്റെ വാളുകളും ഉയർന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ അവനെ ഒതുക്കണം, അവനെ നശിപ്പിക്കണം എന്നൊക്കെ പ്രാർത്ഥിക്കും. ദൈവത്തിനറിയാം നശിച്ചു കഴിഞ്ഞാൽ വലിയ ശക്തിയേറിയ വാളുമായി പ്രതികാരത്തിൻ്റെ അഗ്നിയുമായി ജീവിക്കുന്ന ഞാനും നിങ്ങളും അവൻ്റെ മണ്ടയ്ക്ക് കുതിര കയറും. അത് ഉണ്ടാകാതിരിക്കാൻ ഒരു വലിയ തയ്യാറെടുപ്പ് ആവശ്യമാണ്. വാളിങ്കിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമേ. വാളെടുത്തവന് ഞാൻ പറഞ്ഞു, കിന്നരമെടുത്തവൻ വാളെടുക്കേണ്ടി വന്ന ചരിത്രം, കവണയെടുക്കേണ്ടി വന്ന ചരിത്രം, വെറും കൈകൊണ്ട് തന്നെ മൃഗങ്ങളെ തകർത്ത ചരിത്രം. ദൈവത്തിൻ്റെ ജനതയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തെങ്കിലും അവന് പേടിയുണ്ട്, എനിക്കും ഇതൊക്കെ വരും. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ്റെ മുൻപിൽ ഭീരുവായിരിക്കാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വാളിങ്കിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ച വാളുകളൊക്കെ മാറ്റിവെക്കണം. പത്രോസിനോട് കർത്താവ് പറഞ്ഞതുപോലെ, പത്രോസേ നിൻ്റെ വാൾ ഉറയിലിടുക. മഹാപുരോഹിതൻ്റെ ദാസനായ മൽക്കോസ് കർത്താവിൻ്റെ കാതറുത്തപ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നീ നിൻ്റെ വാൾ ഉറയിലിടുക. കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ സഹിക്കണം, നിൻ്റെ വാൾ നീ ഉറയിലിട്ടാട്ടെ. വീണ്ടും ഓർത്തോണം, വാൾ വിറ്റ് ഞാനൊരു തൂലിക വാങ്ങി എന്ന് വയലാറ് പാടിയെങ്കിൽ അതിനൊരു സാഹിത്യതലം കൂടിയുണ്ട്. വാൾ വിട്ട് ഞാനൊരു തൂലിക വാങ്ങി. വാളിനേക്കാൾ ശക്തം തൂലികയ്ക്കുണ്ട്. അടിച്ചമർത്തി നശിപ്പിക്കുന്നതിനേക്കാളൊക്കെ ഉപരി അക്ഷരത്തിന് ശക്തിയുണ്ട്, വാക്കിന് ശക്തിയുണ്ട്. വാളിൻ്റെ ശക്തിയേക്കാൾ വാക്കിൻ്റെ ശക്തിയും അക്ഷരത്തിൻ്റെ ശക്തിയും ചിന്താധാരയുടെ ശക്തിയും ഇന്നത്തെ സമൂഹം തിരിച്ചറിയണം. ഒരുവനെ തകർത്തല്ല മിടുക്കനാകേണ്ടത്, ഒരുവൻ്റെ ചുവട് മാന്തിയല്ല നാം വളരേണ്ടത്. അതിനെല്ലാം അതിൻ്റെ മറ്റു മാർഗങ്ങളുണ്ട്. അക്ഷരത്തിനൊരു ശക്തി, അക്ഷരത്തിൻ്റെ ശക്തി ഉപയോഗിക്കാം, വാക്കിൻ്റെ ശക്തി ഉപയോഗിക്കാം. അത് നിരാശയുടേതല്ല, ഇല്ലായ്മ ചെയ്യാനല്ല, ഒതുക്കാനും ശപിക്കാനുമല്ല. വാക്കിൻ്റെയും അക്ഷരത്തിൻ്റെ ശക്തി അത് ദൈവീകമായിട്ട് വരണം. ജീവൻ നൽകുന്ന വാക്കുകളായി, ജീവൻ തുടിക്കുന്ന അക്ഷരങ്ങളായി, ഗാനങ്ങളായി ഉയരണം. അനേകർക്ക് സന്തോഷവും പ്രത്യാശയും പകർന്നു കൊടുക്കാൻ ഇതിലൂടെ സാധിക്കണം. അത് നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറമായിട്ട് തന്നെ ദൈവകൃപയിൽ സങ്കേതപ്പെടുമ്പോൾ നമുക്കത് സാധിക്കും. വീണ്ടും പറയുന്നു, വാളിൽ നിന്ന് എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണമേ. എൻ്റെ പ്രാണന് വിലയുണ്ട്. ഒരു പ്രാണഭയം എന്നൊക്കെ നമ്മൾ പറയത്തില്ല. എന്നെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമല്ല, എൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്തണം, എൻ്റെ ജീവനെ രക്ഷപ്പെടുത്തണം. നമ്മളാരും പ്രാണനെ കണ്ടിട്ടില്ല, ആത്മാവിനെ കണ്ടിട്ടില്ല. വാളിൽ നിന്ന് ജീവനെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ ജീവൻ്റെ സംരക്ഷണം, എൻ്റെ ജീവൻ ഞാൻ സംരക്ഷിക്കുന്നു, അതുപോലെ ജീവൻ്റെ സംരക്ഷണമായി നമ്മൾ ഇടപെടണം. ആധുനിക കാലഘട്ടത്തിൽ ജീവൻ്റെ സംരക്ഷണം, ജീവൻ്റെ സംരക്ഷകർ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ശുദ്ധമായ വായു,
ശുദ്ധമായ ജലം, ശുദ്ധമായ പരിസ്ഥിതി, സസ്യലതാദികൾ, ഇതൊക്കെ ഇന്നിൻ്റെ സമൂഹത്തിന് ആവശ്യമാണ്. പ്രാണനെ തകർക്കുന്ന കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ചൂട് കൂടിയാൽ, തണുപ്പ് കൂടിയാൽ, പ്രതികൂല കാലാവസ്ഥ വന്നാൽ പ്രാണൻ നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം ഓരോ വാളുകളാണ് പ്രിയമുള്ളവരെ. നമ്മുടെ തലയ്ക്ക് മുൻപിൽ തൂങ്ങിക്കിടക്കുന്ന വാളുകളാണ്, ഭീഷണിപ്പെടുത്തുന്ന വാളുകളാണ്. അധികാരികളായി, മാഫിയകളായി, വലിയ വലിയ ബിസിനസ് ഗ്രൂപ്പുകളായി നമ്മുടെ സംസ്കാരത്തിൻ്റെ മുകളിൽ, ചിന്താധാരകളുടെ മുകളിൽ, വിശ്വാസത്തിൻ്റെ മുകളിൽ, മതചിന്തകളുടെ മുകളിൽ ഒക്കെ ഇങ്ങനെ തൂങ്ങിയാടുകയാണ്. നമ്മുടെ വിശ്വാസവും പാരമ്പര്യവും പ്രാർത്ഥനയും ദേവാലയവും ഒക്കെ ഓരോ പ്രാണനാണ്, നമ്മുടെ പ്രാണനാണ്. നമ്മളുടെ മാതാപിതാക്കൾ നമ്മളുടെ പ്രാണനാണ്, സഹോദരങ്ങൾ നമ്മളുടെ പ്രാണനാണ്, ജീവിത പങ്കാളികൾ നമ്മളുടെ പ്രാണനാണ്. അപ്പം വാൾ നിന്ന് എൻ്റെ പ്രാണനെ എന്ന് പറയുമ്പോൾ എന്നോട് ചേർന്നിട്ടുള്ള, എനിക്കറിയാവുന്ന എൻ്റെ സമൂഹത്തിൻ്റെ സഹവർത്തികളുടെ പ്രാണൻ, അതും സംരക്ഷിക്കപ്പെടണം. വാളുകൊണ്ട് വെട്ടിക്കൊല്ലുന്നില്ലെങ്കിലും വാക്കുകൊണ്ട് വെട്ടിക്കൊല്ലരുത്, എഴുത്തുകൊണ്ട് വെട്ടിക്കൊല്ലരുത്, ശാപം കൊണ്ട് വെട്ടിക്കൊല്ലരുത്, നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥ ജീവിതചര്യകൾ കൊണ്ട് വെട്ടിക്കൊല്ലരുത്. ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ. വീണ്ടും ചിന്തിക്കുക, നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എൻ്റെ ജീവനെയും വിടുവിക്കണമേ. 16-ാം വാക്യത്തിൽ നായ്ക്കൾ എന്നെ വളഞ്ഞു എന്ന് പ്രത്യേകിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൽ തന്നെ നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് എന്നെ വീണ്ടുകൊള്ളണമേ എന്ന് പറയുമ്പോൾ പ്രാണനെയും ജീവനെയും വീണ്ടുകൊള്ളുന്ന അനുഭവം. വാളിൽ നിന്ന് പ്രാണനെ വീണ്ടുകൊള്ളണം, നായ്ക്കളുടെ ശക്തിയിൽ നിന്ന് ജീവനെ വീണ്ടുകൊള്ളണം. വാളിന് ജീവനില്ല, അതൊരു വസ്തുവാണ്. നായ്ക്ക് ജീവനുള്ള ഒരു ജീവിയാണ്, അതിന് ജീവനുണ്ട്. ജീവൻ കളയാൻ ഓടിയെടുക്കുന്ന നായ്ക്കുട്ടികൾ ഒരുപാടുണ്ട്. കടിച്ചു കീറുന്ന നായ്ക്കുട്ടികൾ ഒത്തിരിയുണ്ട്. അമിതമായി കുരയ്ക്കുന്ന നായ്ക്കുട്ടികൾ ഒത്തിരിയുണ്ട്. നായ്ക്കളിൽ നിന്ന് എൻ്റെ ജീവനെ രക്ഷിക്കണമേ. കടിച്ചു കീറുന്ന സ്വഭാവമുള്ള, ശൈലികളുള്ള വ്യക്തിത്വങ്ങളിൽ നിന്ന് ജീവനെ രക്ഷിക്കണമേ. നമ്മൾ പറയത്തില്ലയോ, ദൈവമേ ദുഷ്ട മനുഷ്യരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. നീതിമാൻ അടിക്കുന്നത്, ശാസിക്കുന്നത് തലക്കെണ്ണയാണ്, ദേവാണ്, അത് സുഖദായകമാണ്. എന്നാൽ മനഃപൂർവ്വം നശിപ്പിക്കുന്ന കുറേ മനുഷ്യരുണ്ട് പ്രിയമുള്ളവരെ. ജീവൻ എടുക്കാൻ ഓടുന്നവരുണ്ട്. ജീവൻ എടുക്കാൻ ഓടുന്ന നായ്ക്കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മളുമുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. കഴിഞ്ഞ തവണ ഞാൻ ചിന്തിച്ചപ്പോൾ എതിരികളുടെ അനുഭവങ്ങളെക്കുറിച്ചും മറ്റു ചില കാര്യങ്ങളും നമ്മൾ വിശദമായി ചിന്തിച്ചു. നായ്ക്കൾ എന്തുകൊണ്ടാണ് ഇത്ര അക്രമകാരികളാകുന്നതെന്ന് നമ്മൾ അല്പമായിട്ട് പറഞ്ഞു. ജീവിതശൈലികളും സാഹചര്യങ്ങളും കൊണ്ട് അവരുടെ കോളനികൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ മനുഷ്യനും കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഒഴിവാക്കേണ്ട, കത്തിച്ചു കളയേണ്ട, കുഴിച്ചിടേണ്ട വസ്തുവകകൾ പരസ്യമായി വാരിയിടുക, പരിസ്ഥിതി നാശനം നടത്തുകയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ജീവജാലങ്ങളെ വളർത്താനിടയാകുന്നുണ്ട്. അപ്പം അവയെ അങ്ങനെയാക്കാൻ തക്കവണ്ണം ഹേതുവാകുന്ന കുറേ കാര്യങ്ങളുണ്ട്. നായ്ക്കളെ അക്രമികളാക്കാൻ തക്കവണ്ണം പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, അങ്ങനെയുള്ള സംസ്കൃതികൾ, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ, അങ്ങനെയുള്ള മരുന്ന് കമ്പനികൾ, ഇതൊക്കെയുണ്ട്. നായ്ക്കളുടെ വശത്ത് നിന്ന് എൻ്റെ ജീവനെ വിടുവിക്കണമേ. വെറും തെരുവ് നായ്ക്കളെ മാത്രം കണ്ടാൽ നമുക്ക് പറ്റത്തില്ല. അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അതിനുവേണ്ടി നമ്മൾ മുന്നിട്ടിറങ്ങണം. പരിസ്ഥിതിവാദികളും മൃഗസ്നേഹികളും ഒക്കെ ഒത്തിരിയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ മനുഷ്യജീവനും ഒരു സംരക്ഷകരായി നമ്മൾ മാറണം. തെരുവ് നായ്ക്കളെ സ്നേഹിക്കുന്നതോടൊപ്പം, സംരക്ഷിക്കുന്നതോടൊപ്പം മനുഷ്യനെ സ്നേഹിക്കണം. മനുഷ്യനെ കടിച്ചു കീറി കളഞ്ഞിട്ട് അങ്ങനെയുള്ള ജീവജാലങ്ങളെ വളർത്താൻ അനുവദിക്കുന്നത് നമ്മൾക്കൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് മനുഷ്യനും മൃഗവും വേണം. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവരും വേണം. ജീവന് വെല്ലുവിളിയായിട്ട് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വനാന്തര ഗ്രാമങ്ങൾ, നമ്മളുടെ പല ജനപദങ്ങളൊക്കെ ഇന്ന് വെല്ലുവിളിയില്ല.
കാട്ടാനയും മറ്റ് കാട്ടുമൃഗങ്ങളൊക്കെ ഇറങ്ങി നിരപരാധികളെ കടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്, ചവിട്ടിക്കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ശബ്ദമുയർത്താൻ ഇന്ന് ആർക്ക് സമയമില്ല. മൃഗങ്ങളെയും സ്നേഹിക്കണം, അതിലുപരി മനുഷ്യനെ സ്നേഹിക്കണം. അതിനുവേണ്ടിയൊക്കെ നിയമങ്ങൾ പൊളിച്ചെഴുതണം. ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് അവരുടെ വികാര വായ്പോടുകൂടി പലതിനെയും കാണണം, ചിന്തിക്കണം. ഇന്ന് നമുക്കില്ലാതെ പോയിരിക്കുന്നത് അതാണ്. നായ്ക്കളുടെ വശത്തിൽ നിന്ന് എൻ്റെ ജീവനെ വിടുവിക്കണമേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന കാട്ടുമൃഗങ്ങൾ, വർദ്ധിച്ചു വരുന്ന ഉപദ്രവകരമായ സാഹചര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന എതിരാളികൾ, വർദ്ധിച്ചു വരുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും അടിപ്പെട്ട ആളുകൾ, മാഫിയകൾ, ഇവരിൽ നിന്നൊക്കെ നമ്മുടെ സമൂഹത്തെ രക്ഷപ്പെടുത്തണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആ കൂട്ടത്തിലായി മാറരുത്. കടിച്ചു കീറുന്ന സ്വഭാവമുള്ള മുൻകോപികളാകുന്ന, സ്വാർത്ഥത വമിക്കുന്ന, വർഗീയത വമിക്കുന്ന ജീവിതചര്യകളിലൂടെ നമ്മൾ പോയാൽ നമ്മളും അതിലേക്കായിത്തീരുകയാണ്. നമ്മൾ വാളെടുത്തുകൊണ്ട് ഓടുന്നവരാണ്. നമ്മൾ നായ്ക്കളെപ്പോലെ കുരയ്ക്കുന്നവരാണ്. നായ്ക്കളെപ്പോലെ കുരച്ചുകൊണ്ടവർ കടന്നു വരുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നുണ്ട്, ചുറ്റി നടക്കുന്നുവെന്ന് പറയുന്നുണ്ട്. ആയതുകൊണ്ട് നമ്മുടെ സംവിധാനത്തിനൊരു മാറ്റം വേണം. മനുഷ്യനെ സ്നേഹിച്ച്, സമൂഹത്തെ സ്നേഹിച്ച് ദൈവത്തെങ്കിലേക്ക് അടുക്കുന്ന ഒരു സമൂഹം വേണം. ആ സമൂഹത്തിൻ്റെ സൃഷ്ടിക്കു വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് ഹൃദയംഗമായിട്ട് പ്രവർത്തിക്കാം. വീണ്ടും ഒരിക്കലൂടെ വായിക്കട്ടെ. വാളിൽ നിന്ന് എൻ്റെ പ്രാണനെയും നായ്ക്കളുടെ ശക്തിയിൽ നിന്നും എൻ്റെ ജീവനെയും വിടുവിക്കണമേ. പ്രാണനും ജീവനും വിലപിടിച്ചതാണ്. ജീവൻ നിലനിൽക്കേണ്ടതാണ്, ജീവൻ സംരക്ഷിക്കേണ്ടതാണ്, ജീവൻ പങ്കുവെക്കേണ്ടതാണ്. ദൈവം അനുവദിച്ചിടത്തോളം ആയുസ്സ് മുൻപോട്ട് പോകേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.